ബ്ലാക്ക് മാജിക്ക് കൂടോത്രം അത് ഇത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അലോ ചെയ്താൽ മാത്രം ഇതൊക്കെ നമ്മളെ ബാധിക്കും. അതിൽ വിശ്വസിക്കാതിരുന്നാൽ തൃപ്തിയാവില്ല. അവരുടെ ചിന്ത ഊണിലും ഉറക്കത്തിലും ഞാൻ പറ്റിക്കപ്പെട്ടു എന്നെ ഒരു കോടി ചെലവാക്കിയാലോ 1 ലക്ഷം മേടിക്കാൻ നടക്കുന്നവരുണ്ട്. ഉണ്ട്. കൊടുത്ത കാശ് ആരും അങ്ങനെ കൈ വെക്കുന്നില്ല. ചിലപ്പോൾ അവർ ജീവനോടെ ഉണ്ടാവില്ല. നമുക്ക് അതൊക്കെ അങ്ങനെ തന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും നമ്മുടെ പവറും ഉണ്ട്. പക്ഷെ സാധാരണ രീതിയിൽ തീർച്ചയായിട്ടും സാധിക്കും. അത് ക്ലിയർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ബന്ധങ്ങൾ ശരിയാകാറുണ്ട്. ഈവൻ ഡിവോഴ്സിന്റെ വക്കത്ത് പോയി ഒരു ഒന്നിച്ച് ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ ആൺകുട്ടി ഓപ്പോസിറ്റ് പാർട്ണർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും. പിന്നീട് ഇയാളുടെ ലൈഫ് ക്ലിയർ ആയി നമ്മൾ ക്ലിയർ ആക്കി എടുത്താൽ പോലും ആ അനുഭവങ്ങൾ ആ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കില്ലേ? എങ്ങനെയായിരിക്കും ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്ക് പെരുമാറുക? നിങ്ങൾ തീരുമാനിച്ചാലല്ലാതെ, നിങ്ങൾ ആഗ്രഹിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കും അത് നല്ലതും ചെയ്യാൻ പറ്റില്ല, ചീത്തയും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ജഡ്ജ്മെൻറ്റിനെയും പോയിന്റ് ഓഫ് വ്യൂവിനെയും ഒക്കെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഈ കൈ വെച്ച് വളരെ മൈന്യൂട്ടായിട്ട് വളരെ മൃദുവായിട്ട് സ്പർശിക്കുമ്പോൾ ഈ ബാറുകൾ ഈ പോയിന്റുകൾ റണ്ണാവും. അത് എങ്ങനെയെന്ന് ഇത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത് അവരുടെ വെബ്സൈറ്റിൽ തന്നെയുണ്ട്. അത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ബാർ സെഷൻ കഴിയുമ്പോൾ തന്നെ വർഷങ്ങളായിട്ട് ഉറങ്ങാത്ത ആളുകൾ ഉറങ്ങി കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവം പറയാം. ഞാനൊരു ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് ഭയങ്കര പ്രോബ്ലം ആയിരുന്നല്ലേ, ഞാൻ വളരെ പ്രതിസന്ധിയിലായിരുന്ന ഒരു സമയത്ത് അല്ലയടിക്കുന്ന പോലെ എനിക്ക് ചിന്ത. ഞാൻ എൻ്റെ കൺട്രോളിലല്ല, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഈ പഠിച്ചതും പഠിക്കാത്തതും പല കാര്യങ്ങളും നാളെ എന്താവും, ഇങ്ങനെ ചെയ്യണം, 100,000 കാര്യങ്ങളാണ്. ഈ ഒരു ആദ്യത്തെ ഞാൻ അട്രാക്റ്റഡ് ആയത് തന്നെ ഇത് കഴിഞ്ഞപ്പം ഞാനങ്ങ് കടലടങ്ങിയ പോലെ ഞാനങ്ങ് ശാന്തമായി. എൻ്റെ തലയിൽ ഒന്നുമില്ല, ചിന്തകളില്ല. ഒരു മനുഷ്യന് അതല്ലേ ആവശ്യം. നമ്മളൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പം നമുക്കൊരു ആ പ്രശ്നത്തെ നോക്കിക്കാണാൻ ഒരു സമാധാനം, ഒരു സ്പേസ് വേണമല്ലോ. ആ സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഈവൻ എന്നാ വലിയ കേസാണേലും ഒന്നും സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കും. ഇത് നമ്മൾ ചൂസ് ചെയ്യുന്നില്ല, പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു സെഷൻ കൊണ്ട്. അതേപോലെ ഒരാൾക്ക് ചിലപ്പം ആദ്യത്തെ സെഷനിൽ ഇതായിരിക്കും അനുഭവം, ചിലർക്ക് അത് 3 സെഷനിലായിരിക്കും ഉണ്ടാകുന്നത്. കാരണം എൻ്റെ ക്രിയേഷനും എൻ്റെ പ്രോബ്ലം അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഇത്. ഈ ആക്സസ് ബാർ ആയാലും ലൈഫ് കോച്ചിങ് ആയാലും ഇതിന് എന്തെങ്കിലും സ്പിരിച്വൽ വാല്യൂസ് ഉണ്ടോ? തീർച്ചയായിട്ടും. എന്താണ് ഞാൻ ലൈഫ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു സ്റ്റക്കായിരിക്കുന്ന ആളെ ആ പ്രതിസന്ധിയിൽ നിന്നും ഒരു നോർമൽ അവസ്ഥയ്ക്ക് അവനവൻ്റെ കാര്യത്തെ നോക്കി മനസ്സിൽ അബൻഡൻസ് മെൻറ്റാലിറ്റി മൈൻഡ് സെറ്റാക്കി വിടുക എന്നുള്ളതാണ് അതിൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ചോയ്സാണ്. ആക്സസ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇറ്റ്സ് എ ഫ്രെയിം വർക്ക്, ഒരു ഇന്നോവേറ്റീവ് ഫ്രെയിം വർക്കാണ്. ഇതൊരു തെറാപ്പിയോ ഹീലിംഗ് മൊഡാലിറ്റിയോ അല്ല. ബിയോണ്ട് ദാറ്റ് ഇതിൽ ഒരുപാട് ആഴത്തിലുണ്ട്. അത് ഓരോരുത്തരും ഡിസൈഡ് ചെയ്യുകയും സെർച്ച് ചെയ്യുകയും അന്വേഷിക്കുന്ന അനുസരിച്ചാണ്. ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞാൽ പിന്നുള്ള കോഴ്സുകളൊക്കെ നല്ല എക്സ്പെൻസീവാണ്, ഒരുപാട് ആഴത്തിലുള്ളതാണ്. നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറും. നമ്മളെ ആരും ഒന്നും പഠിപ്പിക്കില്ല, നമ്മൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയുകയാണ്. അതായത് ഇപ്പം സാറിന് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും, ഒത്തിരി വർഷങ്ങളുടെ സാധനം കൊണ്ട് നേടിയെടുത്ത പല കഴിവുകളും നമ്മൾ ഈ ഏതാനും സെഷനുകൾ കൊണ്ട് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് എന്നെപ്പോലുള്ളൊരു സാധാരണ വ്യക്തിക്ക് അത് അനുഭവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം ആളുകൾ അത് എന്നാ പറയുക, അതത്ര ഡിവൈനാണ്. നമ്മൾ ആളുകളെ കണക്ട് ചെയ്യാൻ സാധിക്കും ഒരുപാട്. അതായത് നമ്മൾ പുറത്ത് പറഞ്ഞാൽ ഒരു കിളി പോയി എന്ന ആളുകൾ പറയുന്ന അളവിന് നമ്മൾ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ആക്സസ് ബാറുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുടെ ഇന്റർവ്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഒരുപാട് അനുഭവ കഥകൾ കേട്ടിട്ടുണ്ട്. എന്നാൽ എന്നെ കോട്ടയത്തുള്ള ഒരു ചോട്ടൻ എപ്പോൾ ആക്സസ് ബാറിന്റെ വീഡിയോ ഇട്ടല്ല എൻ്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യും, എൻ്റെ 16,000 പോയി, എൻ്റെ 16,000 പോയി. ഒരു ദിവസം ഇദ്ദേഹം എന്നെ വിളിക്കുകയാണ്, ഞാനിടുന്ന കമന്റൊക്കെ ആരോ ഡിലീറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ചെയ്യാറില്ല ചേട്ടാ. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഞാൻ ഒരാൾ വെച്ചൊരു ഇന്റർവ്യൂ എടുക്കുകയാണ്, അയാളിൽ നിന്നൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് വന്നിട്ടുണ്ട്, ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെ വിളിക്കും, നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കും, നിങ്ങളുടെ വാദമാണ് ജെനുവിനെങ്കിൽ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാറുണ്ട്. അതാണ് എൻ്റെ പതിവ്. അങ്ങനെയല്ല, പിന്നെ ഞാൻ പറഞ്ഞ ചേട്ടൻ ആരുടെ വീഡിയോയ്ക്കാണ് കമന്റ് ഇട്ടത്, അത് ഇന്ന ആളുടെ വീഡിയോയ്ക്കാണ് കമന്റ്. അദ്ദേഹമാണോ നിങ്ങളിൽ നിന്ന് ഈ 16,000 രൂപ വാങ്ങി നിങ്ങളെ പഠിപ്പിച്ചത്? അത് അദ്ദേഹമല്ല, അത് വേറൊരാളെ. ഞാൻ വെച്ചാൽ ആ ആളുടെ ഇന്റർവ്യൂ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെന്തിനാ ചേട്ടാ ചെയ്യുന്നത്? ഇപ്പോൾ ഡോക്ടർമാർ പലരുണ്ട്, അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ എല്ലാ ഡോക്ടർമാരടുത്തും പോയ അസുഖം മാറണമെന്നില്ലല്ലോ. അപ്പൊ ഈ പണം പോയവരുണ്ട് ഇത് പഠിച്ചിട്ട്, അതെന്തുകൊണ്ടായിരിക്കും? ഞാനിപ്പോൾ ഈ ഒരു ചേട്ടൻ്റെ കാര്യം പറഞ്ഞില്ലേ, 16,000 പോയിന്ന്. ആ ചേട്ടൻ എന്തുകൊണ്ടാണ് എല്ലായിടത്തും എൻ്റെ 16,000 പോയി എന്ന് പറഞ്ഞ് ആ ചേട്ടൻ്റെ കോൺസെൻട്രേഷൻ ഫോക്കസ് മുഴുവൻ പോയ 16,000-ലാണ് കിടക്കുന്നത്. അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ ഈ ആക്സസിൻ്റെ ഒക്കെ വെളിയിലിരുന്ന് എനിക്ക് പറയാം, നമ്മുടെ ബ്രെയിൻ ഒരു കപ്പാസിറ്റി ഉണ്ട്, റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം.
നമ്മളൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്താൽ അതിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങളെയും അവസരങ്ങളെയും നമ്മുടെ മുന്നിൽ കൊണ്ടുവരികയും നമ്മുടെ ജീവിതത്തിൽ അത് വീണ്ടും വീണ്ടും എടുക്കുകയും ചെയ്യും. ഈ ചേട്ടൻ ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയി അതിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിച്ചിട്ടില്ല. ചേട്ടന്റെ ഫോക്കസ് അതിൽ കിടക്കാണ്. 16,000 അതിനോട് സമാനമായിട്ടുള്ള അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇതിൽ നമ്മൾ ആക്സസിലും അതിനെ കണ്ടെത്തുന്നില്ല, നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ്, നഷ്ടപ്പെട്ടതിലാണ് ഫോക്കസ്. ഇപ്പം ഞാനത് ഓൾറെഡി പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാനൊരു കാര്യം വാങ്ങാൻ തീരുമാനിച്ചാൽ, ഇപ്പം എൻ്റെ ഒരു ഐഫോണാണ് ഞാൻ വാങ്ങാൻ തീരുമാനിച്ചാൽ, ഞാൻ ഈ ഒരു കളർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിസിഷൻ എടുത്ത നിമിഷത്തിലിരുന്ന് അതിൻ്റെ പരസ്യങ്ങളും അതുകൊണ്ട് നടക്കുന്ന ആളുകളായിരിക്കും എൻ്റെ മുന്നിൽ വരുന്നത്. അത് നമ്മുടെ ബ്രെയിൻ്റെ സൂപ്പർ പവറാണ്. അത് ഞാൻ നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങാൻ തീരുമാനിച്ചു, എനിക്ക് സ്ഥിരമായി കിട്ടുന്ന പരിപാടിയാണ്. തീർച്ചയായിട്ടും ഞാൻ ഥാർ ജീപ്പ് മേടിക്കാൻ തീരുമാനിച്ചു. പിന്നെ കാണുന്ന മുഴുവൻ ഥാറാണ്. അപ്പോൾ അവസാനം ഞാൻ ഇത് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് സുഖമായിട്ട് തോന്നിയില്ല. അപ്പോഴാണ് ഒരു ജിംനി കാർ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് ഒരാൾ കൊണ്ടുവരുന്നു. പിന്നെ ജിംനിയാണ് ഫുൾ. അവസാനം ഞാൻ ജിംനിയിലെത്തി. അത് ഞാൻ ഓഫീസ് ആവശ്യത്തിന് ഒരു ഡസ്റ്റർ വാങ്ങാൻ അഡ്വാൻസ് കൊടുത്തു, സെക്കൻഡ് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വഴി മുഴുവൻ ഡസ്റ്ററാണ്. അതായത് നമ്മൾ തീരുമാനിച്ചതിൽ നിന്ന് നാട്ടുകാർ മുഴുവൻ ഈ വണ്ടി വാങ്ങിയ പോലെ തോന്നും. അതെ, നമ്മൾ എടുക്കുന്നിടം വരെ ഇത് കണ്ണിപ്പെട്ട് കാണത്തില്ല. ഇത് നമ്മുടെ ബ്രെയിൻ്റെ പവറാണ്. ഇതിനാണ് റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ബ്രെയിൻ എന്നാ ചെയ്യും, നമ്മൾ ഈ തീരുമാനിച്ച അതേ കളറും അതേ സാധനവും എങ്ങനെയൊക്കെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരാവോ നമ്മുടെ മുന്നിൽ കൊണ്ടുവരും. ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു നല്ല കാര്യമാണെങ്കിൽ, നമ്മുടെ ഉള്ളിലുള്ള ഇത് നല്ലതാണെങ്കിൽ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും അവസരങ്ങളും സിറ്റുവേഷനും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ട് വരും. ഈ ചില ആളുകളെ ഇപ്പം അത് കഴിഞ്ഞെങ്കിൽ ഞാൻ ഇപ്പം എന്നെ കുറിച്ചുള്ള ഏറ്റവും വലിയ പെരുദോഷം ഞാൻ കയറി ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളത്, എനിക്ക് എൻ്റെ സംശയങ്ങൾ ഒരിക്കലും തീരാറില്ല. ഈ ചില ആളുകൾ ഒരു 1,00,000 രൂപ ഒരു ബിസിനസ്സിൽ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കിട്ടേണ്ടത് കിട്ടിയില്ല. ഇവരൊരു 6 മാസക്കാലം എൻ്റെ 1,00,000 പോയി, എൻ്റെ 1,00,000 പോയി, എൻ്റെ 1,00,000 പോയി എന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ, അതിപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് കിട്ടിയ ഒരു ക്യാരക്ടറാണ്. അതിനെക്കുറിച്ച് 25 ലക്ഷം രൂപ പോയി ഞാനതങ്ങനെ കളയും. പക്ഷെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ അതിനെ അങ്ങോട്ട് ഇൻ ഫ്യൂച്ചറിൽ ആ 25-ന് പകരം റീപ്ലേസ് ആവുകയും ചെയ്യും. തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊക്കെ ഒരു ചിന്താഗതിയുടെ ഭാഗമാണ്, മനസ്സിന്റെ ചിന്താഗതി. തീർച്ചയായിട്ടും നമ്മളുടെ ചിന്തകൾക്ക് നമ്മുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ചിന്ത തന്നെയാണ്. ഈ 1,00,000 പോയി എന്ന് പറയുന്നവർക്ക് ഒരു പിടിവാശിയുണ്ട്. ആര് കൊണ്ടുപോയോ അവരുടെ കയ്യിൽ നിന്ന് തന്നെ തിരിച്ചു കിട്ടണം. എന്നെ പറ്റിച്ചവരുടെ കയ്യിൽ നിന്ന് തന്നെ തിരിച്ചു കിട്ടണം. പോയ പൈസ പല മടങ്ങായിട്ട് പലയിടത്തുനിന്ന് വന്നാലും നമുക്ക് മതി, തൃപ്തിയാവില്ല. അവരുടെ ചിന്ത ഊണിലും ഉറക്കത്തിലും ഞാൻ പറ്റിക്കപ്പെട്ടു എന്നെ ഒരു കോടി ചെലവാക്കിയാലോ 1,00,000 മേടിക്കാൻ നടക്കുന്നവരുണ്ട്. ഉണ്ട്, വാശി. തീർച്ചയായിട്ടും ആ 1,00,000 അവരുടെ ചിലപ്പോൾ അവരുടെ തിരിച്ചു കൊടുക്കാൻ ഉണ്ടാവില്ല. ഈ വാങ്ങിച്ച ആൾ പലയിടത്ത് സ്പ്രെഡായി പോയി. ഇപ്പോൾ പല സ്കാമുകളും അങ്ങനെയാണല്ലോ. കൊടുത്ത കാശ് ആരും അങ്ങനെ കൈ വെക്കുന്നില്ല. ചിലപ്പോൾ അവർ ജീവനോടെ ഉണ്ടാവില്ല. അതൊക്കെ കുറച്ച് കൂടിയ കാര്യങ്ങളാണ്. നമുക്ക് അതൊക്കെ അങ്ങനെ തന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും നമ്മുടെ പവറും ഉണ്ട്. പക്ഷെ സാധാരണ രീതിയിൽ തീർച്ചയായിട്ടും സാധിക്കും. അത് എല്ലാം എനർജി അല്ലേ. നമ്മൾ ആ എനർജിയെ നമ്മളിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ വരവെക്കുമ്പോൾ ആ ആൾക്ക് ആ ഒരു തോന്നലുണ്ടാവും. ആള് ജീവനോടെ ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം എന്നുള്ളത്. നമ്മുടെ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഞാൻ വേറെ സംശയിക്കട്ടെ. ഇപ്പൊ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ വിളിക്കുന്ന ഒരു സാധനം. ഈ എനർജി വെച്ചിട്ട് അപ്പം അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർ ട്രെയിനിങ്ങിലൂടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതിലൂടെ, ലെവൽ ചെയ്യുന്നതിലൂടെ പിണങ്ങി പോയ പാർട്ണർ തിരിച്ചു വരാൻ എന്തെങ്കിലും വഴി? തീർച്ചയായിട്ടും ആക്സസിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഈവൻ നമ്മൾ അല്ലാതെ ലൈഫ് കോച്ചിങ്ങിലും. കാരണം നമ്മളുടെ ചില പോയിന്റ് ഓഫ് വ്യൂസ്, ജഡ്ജ്മെന്റുകൾ, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ചില അടിസ്ഥാന ബിലീഫ്സ് ഒക്കെ ആയിരിക്കും ഈ പ്രശ്നങ്ങളിലൊക്കെ ഈ ക്രിയേഷൻ്റെ അടിസ്ഥാന കാരണം. അത് ക്ലിയർ ആകുമ്പം ഓട്ടോമാറ്റിക്കലി ആ ബന്ധങ്ങൾ ശരിയാകാറുണ്ട്. ഈവൻ ഡിവോഴ്സിന്റെ വക്കത്ത് പോയി ഒരു ഒന്നിച്ച് ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ ആൺകുട്ടി ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും. പിന്നീട് ഇയാളുടെ ലൈഫ് ക്ലിയറായി നമ്മൾ ക്ലിയർ ആക്കി എടുത്താൽ പോലും ആ അനുഭവങ്ങൾ ആ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കില്ലേ, ട്രോമ. ആ കുട്ടിയുടെ അനുഭവം, മനസ്സിൽ കിടക്കുന്ന അനുഭവങ്ങൾ ആ കുട്ടി തന്നെ ഈ പ്രോസസ്സിലൂടെ പോയി. ഇപ്പോൾ ഒരാളുടെ ശരീരം, നമ്മൾ പറയുന്ന, നമ്മൾ കേൾക്കുന്ന നമ്മുടെ ചിന്തകൾ, നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ മാത്രമല്ല ശരീരത്തിലും സ്റ്റോർ ആവുന്നുണ്ട്. അതിനും അപ്പുറത്തോട്ട് പറഞ്ഞാൽ ഈ കാണുന്ന ശരീരം മാത്രമല്ല, നമുക്ക് അതർ ബോഡീസ് ഉണ്ട് ഇല്ലേ. ആദ്യം ഉള്ളതിലുള്ളത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് പോയാൽ മതി. കാരണം ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ പറ്റുന്ന അത്രയ്ക്ക് നമ്മൾ ആദ്യം കൊടുക്കാവുള്ളൂ എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ കടക്കാത്തത്. ഈ ശരീരത്തിൽ സ്റ്റോർ ആയിരിക്കുന്നത് ആ ശരീരത്തിൽ തന്നെ നമ്മൾ ക്ലിയർ ചെയ്യണം. അതായത് അതിനുള്ള അഡ്വാൻസ് ബോഡി പ്രോസസ്സുകളുണ്ട്. അതീന്ദ്രിയമായ ശക്തികളെ നമുക്ക് ലെവൽ ചെയ്യാൻ പറ്റുമോ? അതീന്ദ്ര ശക്തി എന്ന് പറയുന്നത് ശരീരത്തിലുള്ളപ്പം നമ്മൾ മനുഷ്യൻ, ശരീരമില്ലാത്തതും ബീയിങ് ഇല്ലേ. നമ്മൾ ഒരാളുടെ ജീവൻ എവിടെ നഷ്ടപ്പെടുന്നു,
അപ്പോഴുള്ള ബോധത്തിലാണ് ആ ഒരു ബീയിങ് ഇരിക്കുന്നത്. പിന്നെ പല അവരുടെ പല കാര്യങ്ങൾ കൊണ്ടും പലതരം അവസ്ഥകളിലേക്ക് പോകാറുണ്ട്. അതിൽ പലതരം ഡയമെൻഷൻസും കാറ്റഗറീസും ഉണ്ട്. സാധാരണക്കാരനോട് പറഞ്ഞാൽ അവൻ ഒരിക്കലും മനസ്സിലാക്കാത്തതുമായ കാര്യം. അത് നമ്മൾ പറഞ്ഞ് അവരെ പ്രൊവോക്ക് ചെയ്യിച്ച് അവൻ്റെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നതിലും നല്ലത് അവന് മനസ്സിലാകുന്ന ലെവലിൽ നിർത്തുന്നതല്ലേ. അതെ. ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉള്ള ആളുകളൊക്കെ കൺസൾട്ടേഷൻ വന്നിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മെഡിക്കൽ ആൻഡ് സൈക്കാട്രിസ്റ്റ് സോഷ്യൽ വർക്കറാണ്. എൻ്റെ 16 വർഷത്തെ ക്ലിനിക്കൽ ആൻഡ് ടീച്ചിങ് എക്സ്പീരിയൻസിൽ ഇതിനെപ്പറ്റി, കാരണം ഞാൻ നേരിട്ട് ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നില്ല, എൻ്റെ സ്റ്റുഡൻസ് പ്രാക്ടിക്കൽ എവറി വീക്ക് അവർക്കൊരു 3 day പ്രാക്ടിക്കൽ ഉണ്ട് ഇതുപോലുള്ള ഹോസ്പിറ്റലിൽ. തീർച്ചയായിട്ടും അവരുടെ കേസുകളൊക്കെ ഞാനും കൂടെ ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മളത് ഇൻവോൾവ് ആവും. എങ്ങനെയായിരിക്കും ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ പെരുമാറുക? മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ പെരുമാറുന്നെന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും അത് പേരിൽ തന്നെ ഇല്ലേ അവരുടെ പേഴ്സണാലിറ്റി ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുമോ? പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് സിംറ്റംസ് റെഡ്യൂസ് ചെയ്യും. ഇത് 2 രീതിയിൽ എനിക്ക് സംസാരിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഒരു ലൈഫ് കോച്ച് അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ എന്നുള്ള രീതിയിൽ ഇന്നത്തെ മെഡിക്കൽ ശാസ്ത്രം എങ്ങനെ അതിനെ കാണുന്നു, ആക്സസ് അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് രണ്ടും 2 രീതിയാണ്. ഞാനൊരു സമയത്ത് ഇതിൻ്റെ 2ന്റെ നടുവിൽ പകച്ചു നിന്നിട്ടുണ്ട്. ഇത് സത്യമാണെങ്കിൽ ഞാൻ ഇതുവരെ വിശ്വസിച്ചത് സത്യമല്ലാതാകും, ഇത് സത്യമാണെങ്കിൽ ഇത് സത്യമല്ല. ஆனால் ഇതിൻ്റെ 2ന്റെ നടുക്കൊരു ട്രൂത്ത് എന്ന് പറയുന്നതുണ്ട്. അതിനാണ് ഈ ആക്സസ് എന്നെ സഹായിച്ചിട്ടുള്ള അവയർനെസ്സിൽ നിന്ന് കോൺഷ്യസ്നെസ്, അതിൽ നിന്ന് വിസ്ഡം. ഈ വിസ്ഡത്തിൽ നമ്മൾ പോകുന്നത് ഗ്രേറ്റ്നെസ്. ഇതൊരു മനുഷ്യൻ്റെ സ്ലോ ആയിട്ടുള്ള ഇത് ആരും പഠിപ്പിച്ചു തരുന്നതല്ല. എല്ലാ കാര്യത്തിലും എനിക്ക് ഈ ഒരു സ്റ്റക്ക് അവസ്ഥ വന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തുകൊണ്ട് വന്നതാണോ, പുതിയതായിട്ട് ഞാൻ അറിയുന്നതാണോ, ശരി അല്ലേ, ഏതാണ് സത്യം, എനിക്ക് ആരോടും പോയി ചോദിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസങ്ങളെ തൊട്ട് പറയുമ്പം പല കാര്യങ്ങളിലും വരും. ആരോടാണ് ഞാൻ പോയി ആധികാരികമായിട്ട് എനിക്ക് ചോദിക്കാൻ പറ്റുന്നത്? എന്നോട് മാത്രമേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. ഞാൻ ചോദ്യത്തിലായിരുന്നപ്പം പതുക്കെ എന്നിൽ അതിനുള്ള വഴികൾ തുറന്നു. നമുക്ക് നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ആ ഒരു ട്രൂത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എന്നോട് ചോദിച്ചില്ലേ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സിംറ്റംസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അല്ലെ പേഴ്സണാലിറ്റി ഇഷ്യൂസ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണെന്ന് ഒരു മെഡിക്കൽ സയൻസും നമുക്ക് പറയുന്നില്ല. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്, പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ആ വ്യക്തി വീണ്ടും പോകുന്ന സാഹചര്യങ്ങൾ, അവർക്കുണ്ടാകുന്ന അവസരങ്ങൾ ഈ സൈക്യാട്രിക് ഇഷ്യൂസിനെ വീണ്ടും പ്രൊവോക്ക് ചെയ്യാം. അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ കൺട്രോൾഡ് ആണ്. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ പ്രോപ്പറായിട്ട് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിനെ കൺട്രോൾ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ചില സമയത്ത് പല സൈക്യാട്രിക് ഇഷ്യൂസും കമ്പൈനായിട്ട് വരും. ഈ ഒരു ഇഷ്യൂ മാത്രമായിരിക്കില്ല. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഇതിങ്ങനെയാണെന്ന് അടിച്ചു പറയാൻ പറ്റില്ല. ഈ 3 മാസക്കാലത്തെ ഈ ലൈഫ് കോച്ചിങ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും വന്ന ഒരാളെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല, ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. ചിലപ്പോൾ ഇച്ചിരി സമയം കൂടുതലെടുക്കും ആളുകൾ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആരുടെയും ജീവിതം മാറ്റാൻ പറ്റില്ല. ഞാൻ ആദ്യമേ പറയും, ഞാൻ ഒരു മാജിക്കും കൊണ്ടിരിക്കുന്ന ആളല്ല. മാജിക് ബാൻഡ് ഇങ്ങനെ കാണിച്ചിട്ട് നിങ്ങളുടെ മാറ്റുക എന്നുള്ളതല്ല. എനിക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും, പറഞ്ഞു തരാൻ പറ്റും. നിങ്ങൾ തീരുമാനിച്ചാലല്ലാതെ, നിങ്ങൾ ആഗ്രഹിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കും അത് നല്ലതും ചെയ്യാൻ പറ്റില്ല, ചീത്തയും ചെയ്യാൻ പറ്റില്ല. ചിലർ പറയാറില്ല ബ്ലാക്ക് മാജിക്ക്, കൗടോത്രം, ഇത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അലോ ചെയ്താൽ മാത്രമേ ഇതൊക്കെ നമ്മളെ ബാധിക്കുള്ളൂ. അതിൽ വിശ്വസിക്കാതിരുന്നാൽ മതി എന്നാണോ? വിശ്വസിക്കുന്ന ഇത് ഈ ലൈഫ് ടൈമിൽ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ചില കണ്ടിന്യൂവേഷൻ നമ്മുടെ പാസ്റ്റ് ലൈഫ് ടൈമുകളിലും ഉണ്ടാവും. ചില കണക്ഷൻസ്, ചില വാഗ്ദാനങ്ങളെ, ചില കമ്മിറ്റ്മെൻറ്റുകളെ പാസ്റ്റ് ലൈഫിൽ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഇതുവരെ ഇല്ലായിരുന്നു. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. എൻ്റെ ഈ ഒരു യാത്രയിൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയും ഞാൻ മനസ്സിലാക്കുകയും ചെയ്ത ഇന്നത്തെ എൻ്റെ ബോധ്യത്തിൽ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർ പ്രിയ ജെയിംസിൻ്റെ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടോ? താങ്കൾ ആരായിരുന്നു എന്നുള്ളത്? ഞാൻ അങ്ങനെ, കാരണം അതൊരിക്കലും നമ്മുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. നമ്മൾ ഒത്തിരി തേടിപ്പോകുന്നു. നാച്ചുറലായിട്ട് നമ്മളിലേക്ക് വരികയാണെങ്കിൽ അതിനുള്ള ഹിൻറ്റുകൾ നമുക്ക് കിട്ടാറുണ്ട്. ഈവൻ ഈ ബാസ് സെഷനിൽ കൂടെ നമുക്ക് ചില കിട്ടാറുണ്ട്. നമ്മുടെ ഓരോ ലൈഫ് ടൈമിൽ നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ പാസ്റ്റ് ലൈഫിൽ ഒരു ചിലരെയൊക്കെ ഞാൻ ഞാൻ അന്വേഷിച്ച് പോയിട്ടുള്ളതല്ല, ബൈ ചാൻസിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്.
അത് ഞാൻ പറഞ്ഞില്ല, ഞാനതിൻ്റെ റിയാലിറ്റി ആക്കി എടുക്കില്ല, ജസ്റ്റ് ഒരു കാഴ്ചപ്പാട് മാത്രമാണ്, സന്തോഷം, അത്രയേ ഉള്ളൂ ആ ഒരു ഇതിൽ. പക്ഷെ പാസ്റ്റ് ലൈഫ് ഉണ്ടെന്നും പാസ്റ്റ് ലൈഫിലെ പലതും ഈ ലൈഫിൽ നമ്മളെ തുടർന്ന് വരുന്നുണ്ടെന്നും ക്ലിയർ ചെയ്യേണ്ട ആവശ്യമാണ് എന്നും എനിക്ക് നന്നായിട്ട് ഞാൻ ബോധ്യപ്പെട്ടിട്ടുള്ള എങ്ങനെയാ ക്ലിയർ ചെയ്യാൻ പറ്റുക? പല മൊഡാലിറ്റികൾ ഇന്ന് ഈ ലോകത്തുണ്ട്. ഞാൻ ഒന്നിനെയും എന്നത് ഇത് നല്ലതാണ് ഇത് ചെറുതാണെന്നൊന്നും ഞാൻ പറയില്ല. എല്ലാ മൊഡാലിറ്റിയിലും അതിൻ്റെതായ ഒരു സംഭാവനയുണ്ട്. അവരുടെ അൾട്ടിമേറ്റ് ക്രീം എന്ന് പറയുന്നത് മനുഷ്യനെ ചൈതന്യത്തിലേക്ക് അല്ലെങ്കിൽ ഉയർത്താനുള്ളതായിരിക്കും. അതിൽ പലപ്പോഴും മസാലകൾ കലർത്തുമ്പം സ്വാർത്ഥ താല്പര്യങ്ങൾ വരുമ്പോഴാണ് അത് പലപ്പോഴും ഒരു കോൺട്രാവേഴ്ഷ്യലായിട്ട് മാറുന്നത്. ഞാൻ ഫോളോ ചെയ്യുന്നത് അക്സസിൻ്റെ ടൂളുകളാണ്. കാരണം എനിക്കത് അനുഭവത്തിലായതുകൊണ്ട് അതിൽ നമുക്കിത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ബോഡി പ്രോസസ്സുകളും സ്റ്റേറ്റ്മെൻറ്റുകളും ഒക്കെ ഇതിലുണ്ട്, നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളെ ക്ലിയർ ചെയ്യാനായിട്ട്.